ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് ആരംഭിച്ചു. 18 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 91 മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ്. ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും കർഷക സ്വാധീന മണ്ഡലങ്ങളിലും ഇന്ന് പോളിംഗ് ബൂത്തിലെത്തുകയാണ്. 6 കേന്ദ്രമന്ത്രിമാരടക്കം നിരവധി പ്രമുഖർ ജനവിധി തേടുന്നു. ആന്ധ്ര, അരുണാചൽ, സിക്കിം, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇന്ന്. സന്തോഷ് സർലിംഗ് ചേരുകയാണ് വിവരങ്ങളുമായി. സന്തോഷ്, വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. എത്രത്തോളം സുരക്ഷയിലാണ് ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുന്നത്? 7 മണിയോടുകൂടി ആണ് വോട്ടിംഗ് ഇപ്പോൾ എല്ലാ ബൂത്തുകളിലും ആരംഭിച്ചിരിക്കുന്നത്. ആകെ 18 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അങ്ങനെ 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് പോളിംഗ്. ഇതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെയും സിക്കിമിലെയും അരുണാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇന്ന് തന്നെയാണ് നടക്കുന്നത്. ഒഡീഷയിലെ ആദ്യഘട്ടത്തിൽ 28 നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വളരെ നിർണായകം. കാരണം ഈ ജനവിധി എങ്ങോട്ടാണ് എന്നതിന്റെ സൂചനകൾ നൽകുന്നത് കൂടിയാണ് ഈ ആദ്യഘട്ട വോട്ടിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം 2000-ന് ശേഷം ജനിച്ചവരുടെ ആദ്യമായി വോട്ട് ചെയ്യുന്നത് കൂടി ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. പശ്ചിമ ഉത്തർപ്രദേശിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇത്തവണ പോളിംഗ് ബൂത്തിൽ ആദ്യഘട്ടത്തിൽ എത്തുന്നത്. ഇതിൽ 8 മണ്ഡലത്തിൽ 6ഉം കരിമ്പ് കർഷകരുടെ ഒരു മേഖല കൂടിയാണ്. അതായത് കാർഷിക കരിമ്പ് കർഷകർ, മറ്റു കൃഷി കർഷകർ തുടങ്ങിയവരുടെയൊക്കെ നിലപാടുകൾ നിർണായകമാകുന്നു. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ നമുക്ക് SP സമാജ്വാദി സഖ്യമായി BSP സഖ്യമായി മത്സരിക്കുന്നു. അതുകൊണ്ട് ഒരു സഖ്യ സ്ഥാനാർത്ഥികളുടെ ഒരു ശക്തി പ്രകടനം കൂടിയാകും ഈ ആദ്യഘട്ടത്തിലെ വോട്ടിംഗ്. ആകെ 8 മണ്ഡലങ്ങളിൽ കൈറാന മാത്രമാണ് നിലവിൽ പ്രതിപക്ഷത്തിനോടൊപ്പമുള്ള ലോക്സഭാ മണ്ഡലം. ബാക്കി എല്ലായിടത്തും 2014-ൽ BJP തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. BJP സിറ്റിംഗ് MP-മാർക്കെതിരെ സമാജ്വാദിയും BSP RLDയും സഖ്യമായി സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊന്ന് മഹാസഖ്യം മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലം എന്ന് മറ്റൊരു സംസ്ഥാനം എന്ന് പറയാവുന്നത് ബീഹാറാണ്. ബീഹാറിലെ 4 ലോക്സഭാ മണ്ഡലങ്ങൾ, ഇവിടെ മഹാസഖ്യമാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ്, JDU തുടങ്ങിയവർ NDA സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കും. പക്ഷേ ഈ 4 മണ്ഡലങ്ങളിലും BJPക്ക് തന്നെയാണ് നിലവിൽ സിറ്റിംഗ് സീറ്റുകൾ ഉള്ളത്. പക്ഷേ RJDയും ഒക്കെ സഖ്യമായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് മാറ്റം വരും. പ്രതിപക്ഷവും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ഈ നിർണായക മണ്ഡലങ്ങളിൽ ഈ സഖ്യ സ്ഥാനാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് പിന്നീട് തുടർന്നു വരുന്ന തെരഞ്ഞെടുപ്പുകളിലും കാര്യമായി ബാധിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നു, എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തണം, റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളും ഇത്തരത്തിൽ വോട്ട്. സന്തോഷ് പറഞ്ഞോളൂ. സന്തോഷ് തുടരാം. സന്തോഷ് കേൾക്കാമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്തോഷ് പറയാം. സന്തോഷ്, എങ്ങനെയാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്? തുടരാം. നിലവിൽ വോട്ടിംഗ് എല്ലാ മണ്ഡലങ്ങളിലും ആരംഭിച്ചിരിക്കുന്നു. നിലവിൽ ഏറ്റവും അവസാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 18 സംസ്ഥാനങ്ങളിലും പിന്നെ 2 ദ്വീപുകളിലുമാണ് എല്ലായിടത്തും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. ഇതിനിടയിൽ ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഈ വോട്ടിംഗ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എത്തിയ മാവോയിസ്റ്റുകളിൽ 4 പേർ പിടിയിലായിട്ടുണ്ട് എന്നത് മാത്രമാണ്. ആന്ധ്രാപ്രദേശിലൊക്കെ നീണ്ട ക്യൂ കാണാം എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പുലൈവന്ത മണ്ഡലത്തിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ ദേശീയ ചില ചാനലുകളും വാർത്താ ഏജൻസികളും കാണിക്കുന്നുണ്ട്. ഇതിലൊക്കെ പോളിംഗ് ബൂത്തിന് മുമ്പിൽ നീണ്ട ക്യൂ. കാരണം ആന്ധ്രാപ്രദേശിൽ ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ആവേശം ഈ വോട്ടർമാർക്കിടയിൽ പ്രകടമാണ്. ചന്ദ്രബാബു നായിഡുവും ജഗ്മോഹൻ റെഡ്ഡിയും നേർക്കുനേർ മത്സരിക്കുന്നതിലൂടെ ശ്രദ്ധേയമായിരുന്നു ഇപ്രാവശ്യം ആന്ധ്രാപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ. അതിനിടയിലാണ് സംസ്ഥാന ചലച്ചിത്ര
താരം പവൻ കല്യാൺ തന്റെ പുതിയ പാർട്ടിയുമായി രംഗത്തെത്തിയത്. ജനസേന പാർട്ടിയും ഈ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡു, ജഗൻമോഹൻ റെഡ്ഡി നേർക്കുനേർ നിയമസഭയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ അതിനിടയിൽ നിർണായക സ്വാധീനമായി പവൻ കല്യാണിന്റെ പാർട്ടി മാറും എന്നൊരു സംശയം വളരെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അവിടെ നിന്ന് വരുന്ന അഭിപ്രായ സർവേകളും അങ്ങനെയായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശം പോളിംഗ് ബൂത്തുകളിൽ ആന്ധ്രയിൽ പ്രകടമാണ്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വരുന്നത്. ഛത്തീസ്ഗഡിൽ ബസ്തർ മണ്ഡലത്തിൽ മാത്രമാണ് ഇന്ന് ആദ്യഘട്ടത്തിൽ പോളിംഗ് ഉള്ളത്. ബസ്തർ മണ്ഡലം മാവോയിസ്റ്റിന്റെ തലസ്ഥാനമെന്നാണ് രാജ്യത്ത് അറിയപ്പെടുന്നത്. പക്ഷെ ഇവിടെയും പോളിംഗ് ബൂത്തുകളിലൊക്കെയുള്ള ക്യൂ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇത് നഗര കേന്ദ്രീകൃതമായ മേഖലകളിലെ പോളിംഗ് ബൂത്തുകളിൽ തന്നെയാണ്. കാരണം ഗ്രാമീണ മേഖലകളിലൊക്കെ മാവോയിസ്റ്റുകൾ ഇവിടെ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. 30,000-ഓളം സായുധ സേനാ വിഭാഗത്തെയാണ് ഈ പ്രദേശത്ത് വോട്ടിംഗ് നടത്താനായി മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നത്. അത്ര രൂക്ഷമാണ് അവിടുത്തെ സുരക്ഷാ പ്രശ്നം. എന്നാൽ പോലും അത് മറികടന്നുകൊണ്ട് വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നത് വലിയ കാര്യം. ആസാമിൽ 2 പാർലമെന്റ് സീറ്റുകളാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോളിംഗ് ബൂത്തിലെത്തുന്നതിൽ നിർണായകമായ സംസ്ഥാനങ്ങൾ ഒന്നാണ് ആസാമും മറ്റൊന്ന് അരുണാചലും. കാരണം അരുണാചൽ വെസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജു മത്സരിക്കുന്നതിലൂടെ ശ്രദ്ധേയമായ മണ്ഡലം. പിന്നെ ആസാമാണ്. ആസാം 2 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം ലഭ്യമായിരിക്കുന്ന വിവരം. അവിടെ വരുന്ന ദൃശ്യങ്ങളും അങ്ങ് തന്നെയാണ്. പിന്നെ ഒന്ന് ജമ്മു കാശ്മീരാണ്. ബാരാമുള്ളയും ജമ്മു ലോക്സഭാ മണ്ഡലത്തിലുമാണ് ജമ്മു കാശ്മീരിൽ ഇന്ന് വോട്ടിംഗ് നടക്കുന്നത്. പുൽവാമ സ്ഫോടനത്തിന് ശേഷം അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം നടന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഫോടനത്തിന് ശേഷവും ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷവും എത്തുന്ന ആദ്യ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ആദ്യ ഘട്ടത്തിലെ പോളിംഗ് ശതമാനം ജമ്മു കാശ്മീരിൽ വളരെ നിർണായകം. 2000 വരെ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം ഒന്നും രേഖപ്പെടുത്താത്ത മണ്ഡലങ്ങളാണ് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. കാരണം വിഘടനവാദികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിഘടനവാദികളൊക്കെ നിരോധിച്ചതിന് ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പൊക്കെ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിരുന്നു. ഇപ്രാവശ്യവും വിഘടനവാദി സംഘടനകളെയും മറ്റു പ്രത്യേക കാശ്മീർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്ന മറ്റു ചില നേതാക്കളെയൊക്കെ തടങ്കലിലാക്കിയതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പേർ പോളിംഗ് ബൂത്തിൽ എത്തും എന്നൊരു സംശയം ശക്തമായി ഉയരുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ഈ 2 മണ്ഡലങ്ങളിലെയും പോളിംഗ് ബൂത്തുകൾ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഇവിടുത്തെ പോളിംഗ് എത്രത്തോളം വരും, എത്ര ശതമാനം രേഖപ്പെടുത്തും എന്നതാണ് ജമ്മു കാശ്മീരിൽ ഏവരും ഉറ്റുനോക്കുന്നത്. തെലുങ്കാനയാണ് പിന്നെ എത്തുന്ന മറ്റൊരു നിർണായക സംസ്ഥാനം. തെലുങ്കാനയിൽ 17 ലോക്സഭാ മണ്ഡലങ്ങൾ. തെലുങ്കാന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു വർഷം മുമ്പ് തന്നെ നിയമസഭ പിരിച്ചുവിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തി വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കെ സി ചന്ദ്രശേഖർ റാവു എന്ന മുഖ്യമന്ത്രി പോകുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് കെ സി ചന്ദ്രശേഖർ റാവുവും അദ്ദേഹത്തിന്റെ TRS എന്ന തെലങ്കാന രാഷ്ട്രീയ സമിതിയും. അദ്ദേഹത്തിന്റെ മകൾ കവിത നിസാമാബാദിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. നിസാമാബാദിൽ കവിത സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് തൊട്ട് പിന്നാലെ 111ഓളം കർഷകരും ഈ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് കെ സി ചന്ദ്രശേഖർ റാവുവിനോടുള്ള എതിർപ്പ് കാരണം. അങ്ങനെ 183 സ്ഥാനാർത്ഥികൾ ഉള്ള മണ്ഡലമാണ് നിസാമാബാദ്. ഈ 1ാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം നിസാമാബാദിൽ. അതുകൊണ്ട് തന്നെ പോളിംഗ് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങി പോകണമെന്നൊരു സംശയമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം EVM മെഷീനിൽ ഒരേ സമയം 64 സ്ഥാനാർത്ഥികളെ മാത്രമേ ഉൾക്കൊള്ളിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ബാലറ്റ് പേപ്പറിലേക്ക് പോയാലോ എന്ന രീതിയിലുള്ള ചിന്ത വന്നിരുന്നു. എന്നാൽ പിന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും കൂടുതൽ EVM മെഷീനുകൾ സംസ്ഥാനത്തേക്ക് അയക്കുകയും അങ്ങനെ കൂടുതൽ EVM യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിസാമാബാദിൽ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് പോളിംഗ് ബൂത്തിൽ എത്തുന്ന വോട്ടർമാർക്ക് മുന്നിൽ EVM മെഷീന്റെ ഒരു നീണ്ട നിര തന്നെ കാണാനാകും. 184 സ്ഥാനാർത്ഥികളെയും അവരുടെ ചിഹ്നങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം 32ഓളം EVM മെഷീനുകളാണ് ഒരു ബൂത്തിൽ മാത്രം
സ്ഥാപിച്ചിരിക്കും. ഈ 32 EVM മെഷീനുകൾ കണ്ടുകൊണ്ട് വേണം തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ടർമാർ വോട്ട് ചെയ്യാനായി. അങ്ങനെ ഒരു കൗതുകമുണർത്തുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിസാമാബാദിൽ, തെലങ്കാനയിലെ നിസാമാബാദിൽ നടക്കുന്നത്. ഏറ്റവും അവസാനം നിസാമാബാദിൽ വന്ന അഭിപ്രായ സർവേകൾ പോലും KC ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടിക്ക് മുൻതൂക്കം പ്രഖ്യാപിക്കുന്നുണ്ട്. KCR കേന്ദ്ര അധികാരം കൂടി പ്രതീക്ഷിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. ഇപ്രാവശ്യം പ്രതിപക്ഷ നിരക്കൊപ്പം അത്ര ശക്തമായി KCR നിന്നില്ല എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ അത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്വയം അവരോധിക്കാൻ തയ്യാറായ അങ്ങനെ ഒരു മോഹമുള്ള നേതാവ് കൂടിയാണ് KCR. അതുകൊണ്ട് തന്നെ ഈ 17 ലോക്സഭാ മണ്ഡലത്തിലും വിജയിച്ചേ മതിയാവുകയുള്ളൂ. അദ്ദേഹത്തിന് അവിടെ മുഖ്യ എതിരാളി എന്ന് പറയാൻ കഴിയുന്നത് TDPയും പിന്നെ YSR കോൺഗ്രസും തന്നെയാണ്. പക്ഷെ YSR കോൺഗ്രസിന് ആന്ധ്രയിൽ ഉള്ളതുപോലുള്ള അങ്ങനെ വലിയൊരു സ്വാധീനം തെലങ്കാനയിൽ ഇല്ലാത്തത് KCRന് ആശ്വാസകരമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുകൂലമായൊരു വോട്ടിംഗ് ഫലമാണ് വരുന്നതെങ്കിൽ 17 ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കാൻ തെലങ്കാന രാഷ്ട്ര സമിതിക്ക് കഴിയും. വോട്ടിംഗ് ഇപ്പോൾ തെലങ്കാനയിലും ആരംഭിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിലേക്ക് നമുക്കിനി ഒന്നുകൂടി വരാം. കാരണം ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2014 എല്ലാ സീറ്റും ഏറെക്കുറെ 71ഓളം സീറ്റ് BJPക്ക് നൽകിയ സംസ്ഥാനമാണ്. ഉത്തർപ്രദേശിലെ ഈ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ ഡൽഹിയുടെ അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിലെ ജനവിധി സ്വാഭാവികമായി രാജ്യ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളെയും സ്വാധീനിക്കും. നോയിഡ അടക്കമുള്ള ഗ്രേറ്റർ കൈലാഷ്, നോയിഡ തുടങ്ങി ഡൽഹിയുടേതാണ് എന്ന് കരുതപ്പെടുന്ന പല സ്ഥലങ്ങളും ഉത്തർപ്രദേശ് ലോക്സഭാ മണ്ഡലത്തിൽ, ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ മണ്ഡലത്തിലൊക്കെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വോട്ടിംഗ് ഒക്കെ ഡൽഹിയും സ്വാധീനിക്കും. ബാക്കിയുള്ള 6 മണ്ഡലങ്ങളുടെ കരിമ്പ് കർഷകരുടെ ഏരിയ കൂടിയാണ്. ഈ കരിമ്പ് കർഷകർക്ക് കേന്ദ്ര സർക്കാരിനോടുള്ള എതിർപ്പൊക്കെ പ്രകടമാകും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. 2014 മോഡി തരംഗത്തിലൊക്കെ വലിയ വിജയം BJPക്ക് അവിടെ നേടാൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ സമാജ്വാദി, BSP, RLD സഖ്യം വന്നതുകൊണ്ട് കാര്യങ്ങൾ മാറും. ഏറ്റവും അവസാനം ഒരു 6 സീറ്റ് BJPക്ക് അവിടെ നിന്ന് ലഭിക്കും. ഇപ്പോൾ കൈവശമുള്ളത് 8 സീറ്റ്. പക്ഷെ അതിലൊരു 6 സീറ്റ്, 2 സീറ്റ് നിലനിർത്താൻ കഴിയും എന്നാണ് പൊതുവെ അഭിപ്രായ സർവേകളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന് ഇനി ദ്വീപുകളാണ്. ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ അങ്ങനെ കേന്ദ്ര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താത്തതാണ് ഈ 2 മണ്ഡലങ്ങളിലെ രണ്ട് ദ്വീപുകളിലെ ഏക ലോക്സഭാ മണ്ഡലങ്ങൾ. എന്നാൽ അവിടെയും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ, ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. സന്തോഷ് സൂചിപ്പിച്ചതാണ്. എന്നാലും ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു BJP MLAയും ജവാന്മാരും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം സുരക്ഷയാണ് ആ മേഖലയിലെല്ലാം ഒരുക്കിയിരിക്കുന്നത്? ബസ്തർ മേഖല ആദ്യഘട്ടത്തിൽ എപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടുത്തുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. അത് ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള മാവോയിസ്റ്റ് ഭീഷണി തന്നെയാണ് ഒരു പ്രധാന പ്രശ്നം. കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ഈ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം മാവോയിസ്റ്റുകളുടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാനാർത്ഥികൾ തേടാറുണ്ട്. അങ്ങനെയാണ് ഓരോ മേഖലയിലും വോട്ട് ചോദിക്കാറുള്ളത്. ഈ മാവോയിസ്റ്റുകളുടെ മേഖലയിൽ അധികം അങ്ങനെ വോട്ട് ചോദിച്ചാരും പോകാറുമില്ല. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ 30,000-ഓളം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് കമ്മീഷന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളും സ്ഫോടനങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോളിംഗ് ബൂത്തിന് സമീപത്ത് നിന്ന് പോലും ഇത്തരത്തിൽ വലിയ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായി രാവിലെ ലഭ്യമാകുന്ന വിവരപ്രകാരം ഒരു പോളിംഗ് ബൂത്തിന് അടുത്ത് നിന്നാണ് 3 മാവോയിസ്റ്റുകളെ ഈ പ്രാദേശിക തോക്കുമായി, തദ്ദേശീയമായി ഇത്തരം ഒരു തോക്കുമായി പിടിയിലായിരിക്കുന്നത്. കാരണം അവർ ഈ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്ന ഒരു പതിവ് ഈ മേഖലകളിലൊക്കെ മാവോയിസ്റ്റുകളുടെ ഇടയിൽ വളരെ ശക്തമായുണ്ട്. ഒരു തരത്തിലും തെരഞ്ഞെടുപ്പോ ജനാധിപത്യ പ്രക്രിയയ്ക്കോ അവർ പിന്തുണയ്ക്കാറുമില്ല. അതുകൊണ്ടാണ് ഇത്തരം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുങ്ങുന്നത്. ഈ നഗര ഭാഗം എന്ന് പറയുമ്പോൾ പോലും അവിടെ പോലും ഭീഷണിയുണ്ട്. എന്നാൽ പോലും നഗരമേഖലകളിലാണ് താരതമ്യേന അല്പമെങ്കിലും നല്ല വോട്ടിംഗ് ശതമാനം കാണാറുള്ളത്. മറ്റു മേഖലകളിലൊക്കെ ഒരു ശരാശരി ലെവലിൽ തന്നെയാണ് നിൽക്കാറുള്ളത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം ഈ ഛത്തീസ്ഗഡിലെ ബസ്തർ മണ്ഡലത്തിൽ അല്പമെങ്കിലും പോളിംഗ് ഉയരുക എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി സന്തോഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് നൽകിയത്. മടങ്ങിവരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. KM മാണിക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി.
കെ മാണിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഉച്ചയ്ക്ക് ശേഷം പാലാ കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിന, കഴിഞ്ഞ ദിവസം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വിലാപയാത്രയായിട്ട് കൊണ്ടുവന്ന കേരള കോൺഗ്രസ് ചെയർമാൻ കെ എം മാണിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മനാടായ പാലായിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരു 5 മിനിറ്റ് മുമ്പാണ് മൃതദേഹം എത്തിച്ചേർന്നത്. നമുക്കറിയാം, അത്രത്തോളം ജനങ്ങളാണ് അദ്ദേഹത്തെ അവസാനമായിട്ട് ഒരു നോക്കി കാണുന്നതിനായിട്ട് പാതയുടെ ഇരുഭാഗത്തും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്കെല്ലാം തന്നെ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്കി കാണുന്നതിനുള്ള അവസരം നൽകിയതിനെ കൊണ്ട് തന്നെയാണ് പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും ഒക്കെ തന്നെ മൃതദേഹവുമായിട്ട് അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ ബന്ധുക്കൾക്കൊപ്പം ബന്ധുക്കൾക്ക് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്കി കാണുന്നതിനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. അതിനുശേഷം ഏതാണ്ട് 2 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകളെങ്കിൽ പോലും അതിനുശേഷം പൊതുദർശനത്തിനായി പാലായിലെ ജനങ്ങൾക്ക് മുഴുവൻ അദ്ദേഹത്തെ അവസാനമായി കാണാനും ഒരു യാത്രയയപ്പ് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അവസരം പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും ഒരുക്കും. അല്പസമയത്തിനകം പൊതുദർശനം ആരംഭിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീടിനുള്ളിലാണ്. 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ നടക്കുക. അതിനുശേഷം പാലായിലെ സെന്റ് തോമസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും വിലാപയാത്രയായിട്ടായിരിക്കും പള്ളിയിലേക്ക് പോകുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ വസതിയിൽ ഈ സമയത്ത് പോലും 7 മണിയോടുകൂടി പോലും വളരെയധികം ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പാലായിലെ കടകമ്പോളങ്ങളൊക്കെ തന്നെ നടന്നു കിടക്കുകയാണ്. കാരണം തങ്ങളുടെ പ്രിയ നേതാവിന് അദ്ദേഹത്തിന്റെ യാതൊരു സൂചകമല്ല, അദ്ദേഹത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കടകമ്പോളങ്ങളൊക്കെ അടച്ച് വ്യാപാരി വ്യവസായികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിന് ശേഷം ഇവിടെ ജനനിബിഡമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം പ്രിയങ്കരനായിരുന്നു കെ എം മാണി പാലാ നിവാസികൾക്കെന്ന് നമുക്കറിയാവുന്നതാണ്. ഷാജഹാൻ, അവിടെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോഴുണ്ടോ? കേരള കോൺഗ്രസിന്റെ MLA-മാരും നേതാക്കന്മാരും എല്ലാവരും തന്നെ ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തോടൊപ്പം അനുഗമിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പ്രമുഖ നേതാക്കളും സംസ്ഥാനത്തെ മന്ത്രിമാരും ഒക്കെ തന്നെ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിലും പൊതുദർശനത്തിന് വെച്ചപ്പോഴൊക്കെ തന്നെ അവർ പങ്കെടുത്തിരുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ വസതിയിലും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് സഹപ്രവർത്തകരൊക്കെ തന്നെ എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളും അതോടൊപ്പം തന്നെ മന്ത്രിമാരായിട്ടുള്ള അദ്ദേഹത്തിനോടൊപ്പം വർഷങ്ങളായിട്ട് മന്ത്രിമാരായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദികളിലൊക്കെ തന്നെ പങ്കുവച്ചിട്ടുള്ള നമ്മുടെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ പാലായിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. ഗാന്ധി കുടുംബത്തിന് അമേഠി എന്ന സുരക്ഷിത മണ്ഡലം ചൂണ്ടിക്കാട്ടിക്കൊടുത്ത ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാറൂൺ റഷീദും ഇത്തവണ അമേഠിയിൽ ജനവിധി തേടുന്നുണ്ട്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മത്സരിക്കാനുള്ള ഹാറൂൺ റഷീദിന്റെ തീരുമാനം. ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന ഭയമാണ് വയനാട്ടിലേക്ക് പോകാൻ രാഹുലിനെ നിർബന്ധിതനാക്കിയത്. രാഹുലിന് വയനാട്ടിൽ മത്സരിക്കാൻ മുസ്ലിമായ ടി സിദ്ദിഖിനെ ബലിയാടാക്കിയത് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയുടെ മറ്റൊരു ഉദാഹരണമാണെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. ഗാന്ധി കുടുംബത്തെ ഉത്തർപ്രദേശിലെ ഏറ്റവും സുരക്ഷിത മണ്ഡലമായ അമേഠിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന ഹാജി സുൽത്താൻ ഖാന്റെ വസതിയാണിത്. 1991 രാജീവ് ഗാന്ധി, 1999 സോണിയ, ഇരുവരുടെയും നാമനിർദ്ദേശ പത്രികയിൽ ഹാജി സുൽത്താൻ ഖാനായിരുന്നു ഒപ്പിട്ടത്. എന്നാൽ ഗാന്ധി കുടുംബവുമായുള്ള ഈ ആത്മബന്ധം ഹാജി സുൽത്താൻ ഖാന്റെ കുടുംബം ഉപേക്ഷിച്ചിട്ട് നാളുകളായി. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് അമേഠിയിൽ ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാറൂൺ റഷീദ് ഇക്കുറി ജനവിധി തേടുന്നത്. ന്യൂനപക്ഷങ്ങളെ BJP മുന്നിൽ നിന്നും കോൺഗ്രസ് പിന്നിൽ നിന്നും കുത്തുകയാണെന്ന് ഹാറൂൺ റഷീദ് കുറ്റപ്പെടുത്തുന്നു. क्योंकि कांग्रेस में अब माइनॉरिटी के प्रति वो भावना नहीं रही जो मौलाना आज़ाद के पीरियड में थी. कांग्रेस मुस्लिम मुक्त पार्टी बनाना चाहती है. जिस तरह BJP का नारा है कांग्रेस मुक्त, तो कांग्रेस का नारा है मुस्लिम मुक्त. രാഹുലിന് വയനാട്ടിൽ മത്സരിക്കാൻ ടി സിദ്ദിഖിനെ ബലിയാടാക്കിയതും ന്യൂനപക്ഷ വിരുദ്ധത തന്നെയാണെന്നാണ് ഹാറൂൺ റഷീദിന്റെ അഭിപ്രായം. अमेठी के डर से वायनाड भी पहुंचे तो वहां भी इन्होंने मुस्लिम की ही कुर्बानी मान ली. उसको टी सिद्दीक को बल का बकरा बना दिया. इनको मुस्लिम ही मिला था बकरा बनाने को. അമേഠിയിലെ ന്യൂനപക്ഷങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് രാഹുൽ മനസ്സിലാക്കിയെന്നും
അതുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. 6 ലക്ഷത്തോളം വരുന്ന മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്നും ഉറച്ച വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. അമേഠിയിൽ ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന ഭയം രാഹുലിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിനു പിന്നിൽ ഹാറൂൺ റഷീദിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് നിർണായക സ്വാധീനവുമുണ്ട്. വയനാട്ടിലെ ന്യൂനപക്ഷങ്ങൾ എന്തുതന്നെയായാലും രാഹുലിനെ പരാജയപ്പെടുത്തണമെന്നാണ് ഹാറൂൺ റഷീദിന്റെ ആഹ്വാനം. ഹാറൂൺ റഷീദിന്റെ വസതിയിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യതാപ മുന്നറിയിപ്പ് നാളെ വരെ തുടരും. 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകരുതെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. വേനൽ മഴയിൽ കുറവുണ്ടായ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ചൂട് വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. നാളെ വരെ സൂര്യാഘാത സൂര്യാതപ മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നീട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകരുതെന്ന് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. വാട്ടർ അതോറിറ്റി, ജലസേചന വകുപ്പുകളുടെ എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തി ജില്ലകളിൽ പ്രത്യേക ടീം രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 306 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം കിയോസ്കുകളിൽ എത്തിച്ച് വിതരണം നടത്തിവരികയാണ്. ഇത് കൃത്യമായ രീതിയിൽ മേൽനോട്ടം നടത്തണമെന്നും ജില്ലാ ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.